श्रीगणेशशारदागुरुभ्यो नमः। ॐ वन्दे पद्मकरां प्रसन्नवदनां सौभाग्यदां भाग्यदां हस्ताभ्यामभयप्रदां मणिगणैर्नानाविधैर्भूषितां भक्ताभीष्टफलप्रदां हरिहरब्रह्मादिभिः सेवितां पार्श्वे पङ्कजशङ्खपद्मनिधिभिः युक्तां सदा शक्तिभिः। ഓം ശ്രീ മഹാലക്ഷ്മി നമ. എല്ലാവർക്കും പ്രണാമം. കനകധാരാ സ്തോത്രത്തിൻ്റെ 5-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുവാൻ പോകുന്നത്. അക്ഷയതൃതീയ ദിവസമാണ് ഇന്ന്. ഭഗവതി മഹാലക്ഷ്മിയുടെ അനുഗ്രഹം, പൂർണ്ണാനുഗ്രഹം ഒഴുകുന്ന, എല്ലാവരിലേക്കും വ്യാപിക്കുന്ന ദിവസമാണ് അക്ഷയതൃതീയ എന്ന് പറയുന്നത്. ദാനധർമ്മങ്ങൾക്ക് അതീവ ശ്രേഷ്ഠമാണ് അക്ഷയതൃതീയ. ഈ അക്ഷയതൃതീയ ദിവസത്തിലാണ് ശങ്കര ഭഗവത്പാദർ കനകധാരാസ്തുതി ചെയ്ത് സ്വർണ്ണ നെല്ലിക്ക വർഷം ചെയ്തത് എന്ന് പറയും. സ്വർണ്ണത്തുമനയിൽ സ്വർണ്ണ നെല്ലിക്ക വൃഷ്ടി അവിടെ നടന്നതും, സ്വർണ്ണാമല വൃഷ്ടി അവിടെ ധനധാന്യ സമൃദ്ധി കൊണ്ട് നിറഞ്ഞതും. അപ്പോൾ ഏറ്റവും വിശിഷ്ടമായ ദിവസമാണ് ഇന്ന് ദാനധർമ്മങ്ങൾ നടത്താൻ. അതിൽ സ്വർണ്ണക്കടയിൽ പോയി സ്വർണം വാങ്ങുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കച്ചവട താല്പര്യങ്ങൾ മാത്രമാണ് അതിലുള്ളത്. ദാനധർമ്മങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈശ്വരീയമായി കണ്ടുകൊണ്ട് ദാനം ചെയ്യുക. സ്വർണം നിങ്ങൾക്ക് ദാനം ചെയ്യാം, ഇപ്പോൾ മേടിച്ചിട്ടുള്ളവർക്ക് തന്നെ ദാനം ചെയ്യാം. അല്ലാതെ പക്ഷം അല്ലാതെയും എന്തും ഏറ്റവും വിശിഷ്ടമായ കാര്യങ്ങൾ ദാനം ചെയ്യാം. മാത്രമല്ല വൈശാഖ മാസത്തിലാണ് ഈ ഒരു ദിവസം കടന്നു പോകുന്നതും. അപ്പോൾ അതിൻ്റേതായ പ്രത്യേകതയുമുണ്ട്. ബലരാമ ജയന്തിയാണ് നാളെ. ബലരാമ ജയന്തി, പരശുരാമ ജയന്തി ആയിട്ടും ഇത് അക്ഷയതൃതീയ ദിവസം പറയുന്നുണ്ട്. വൈശാഖ മാസത്തിൽ മാധവനെ പൂജിക്കുന്നത്, മഹാലക്ഷ്മിയോട് കൂടിയ നാരായണനെ, ലക്ഷ്മി നാരായണനെ പൂജിക്കുന്നതും അർച്ചന ചെയ്യുന്നതും നമസ്കരിക്കുന്നതുമൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായി പറയുന്നു. അപ്പോൾ ആ ദിവസം തന്നെ നമുക്ക് കനകധാരയിലെ 5-ാമത്തെ ശ്ലോകത്തെ ഒന്ന് ചിന്തിക്കാം. 5-ാമത്തെ ശ്ലോകത്തിൽ നമുക്കറിയാം ഭഗവതിയുടെ കടാക്ഷമാണ് എല്ലാ ശ്ലോകത്തിലും പ്രതിപാദ്യ വിഷയം. 5-ാമത്തെ ശ്ലോകത്തിൽ മഹാലക്ഷ്മിയുടെ വാസസ്ഥാനത്തെ പറ്റിയാണ് പറയുന്നത്. എവിടെയാണ് മഹാലക്ഷ്മി വസിക്കുന്നത്? നമുക്കറിയാം ശ്രീവത്സ വക്ഷസത്തിലാണ് അല്ലേ? ഭഗവാന്റെ ശ്രീവത്സ വക്ഷസത്തിൻ്റെ നെഞ്ചാകുന്ന വക്ഷസിൽ, അവിടെ ശ്രീവത്സം എന്ന് പറയുന്ന അവിടെയാണ് ശ്രീ വസിക്കുന്നിടം ആയിട്ട് മഹാലക്ഷ്മി വിരാജിക്കുന്നത്. അവിടെയാണ് അമ്മയുടെ വാസസ്ഥാനമായി പറയുന്നത്. അല്ലാതെ മഹാലക്ഷ്മിയുടെ വാസസ്ഥാനങ്ങൾ പലതായിട്ട് പറയുന്നു. എവിടെയൊക്കെ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. കമലാത്മിക പ്രാദുർഭാവത്തിലെ ദശമഹാവിദ്യയിൽ ദേവിയെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വരും ശ്ലോകങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് 5-ാമത്തെ ശ്ലോകം ചൊല്ലാനും ശ്ലോകത്തിൻ്റെ സാരവും നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 5. ഓം കാളാംബുദാളിലളിതോരസി കൈഡഭാരേ ധാരാധരേ സ്ഫുരതിയാ തടിതങ്കനേവം മാതു സമസ്തജഗതാം മഹനീയമക്ഷീ ഭദ്രാണി മേ ദിശതു ഭാർഗവനന്ദനായ. കാളാംബുദാളി ലളിതോരസി കൈഡഭാരേ ധാരാധരേ സ്ഫുരതിയാ തടിതങ്കനേവ മാതു സമസ്തജഗതാം മഹനീയമക്ഷീ ഭദ്രാണി മേ ദിശതു ഭാർഗവനന്ദനായ. കാളാംബുദാളി ലളിതോരസി കൈഡഭാരേർ. അക്ഷരങ്ങളൊക്കെ എളുപ്പമാണ് ചെല്ലാനായിട്ട്. മഹനീയമക്ഷി, മഹനീയമാകുന്ന നോട്ടം എന്നർത്ഥം. ഭദ്രാണിമേ ദിശതു ഭാർഗവനന്ദനായ. അക്ഷരങ്ങളുടെ ഉച്ചാരണം മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കുവാനുള്ളത്. അർത്ഥം നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ നിറം കാർമേഘവർണ്ണനാണ് അല്ലേ? മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോർഭാസിതാംഗം. മേഘശ്യാമമാണ് ഭഗവാന്റെ നിറം. അപ്പോൾ കാർമേഘവർണ്ണം പോലത്തെ ഭഗവാന്റെ നിറം. അവിടെ കാർമേഘത്തിൽ ഇല്ല ഇരുണ്ട് അല്ലേ? അല്ല ഇരുണ്ടിങ്ങനെ നമ്മൾ കാർമേഘം, ഇപ്പോൾ വേനൽമഴയുടെ സമയമൊക്കെയാണ്, കാർമേഘത്തെ ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്നൊരു മിന്നൽ പിണർ പോലെ വരുമ്പോൾ ഒരു പ്രകാശം എല്ലായിടത്തും വ്യാപിക്കുന്നൊരു പ്രകാശമുണ്ട് അല്ലേ? ആ
കാർമേഘത്തിലെ മിന്നൽ പിണർ പോലെ തനീയസി തടിലേഖാത്വൻവീം തപനശശി വൈശ്വാനരവരി മിന്നൽ പിണർ എന്ന് പറയും. വിദ്യുദ്ധാമം തടില്ലതാ സമൃചി ലളിതാ സഹസ്രനാമത്തിൽ പറയണം. അപ്പോൾ ഇവിടെ കൈടഭാരിയുടെ നാരായണൻ മധുകൈടവന്മാരെ വധിച്ച നാരായണൻ, മധുകൈടഭന്മാരെന്ന ദൈത്യന്മാരെ ഇല്ലാതാക്കിയ നാരായണൻ, മധുവിനെ കൊല്ലുന്ന കഴിഞ്ഞ ശ്ലോകത്തിൽ മധുവിൻ്റെ മധുജിത എന്നാണ് പറയപ്പെട്ട ഭഗവാൻ. ഈ ശ്ലോകത്തിൽ കൈടഭാരിയായിട്ടും കൈടഭനെ വധിച്ചവനായിട്ടും പറയുന്നു. ആ കഥ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈടഭാരെ കാർമേഘമെന്ന പോലെ മനോഹരമായ കൈടഭാരിയുടെ തിരുമാറിൽ, ശ്രീ വക്ഷസ് തിരുമാറിൽ, ഭഗവാന്റെ മാറിടത്തിൽ മിന്നൽ കൊടി എന്ന പോലെ കാർമേഘം പോലെ അതിമനോഹരമായ ആര് വർണ്ണം, കാർമേഘവർണ്ണത്തിൽ ഭഗവാന്റെ തിരുമാറിൽ മിന്നൽ പിണർ പോലെ ഉജ്ജ്വലപ്രഭയോടുകൂടി വെട്ടിത്തിളങ്ങുന്നവളായിട്ടും ജ്വാജ്വല്യമാനം പ്രശോഭിക്കുന്നവളായിട്ടും മിന്നൽ പിണർ ഇങ്ങനെ വെട്ടിത്തിളങ്ങി അത്യുജ്വല തേജസ്സോടുകൂടി പ്രകാശിക്കുന്ന മിന്നൽ പിണർ പോലെ അങ്ങനെയുള്ള ഭഗവാന്റെ വക്ഷസ്സിൽ സ്ഥിതി ചെയ്യുന്നവളായ മഹാലക്ഷ്മി അമ്മ എനിക്ക് എല്ലാവിധ ക്ഷേമവും അമ്മയുടെ മഹനീയമായ ദൃഷ്ടിയിലൂടെ ഉണ്ടാവട്ടെ. മഹത്തായ ക്ഷേമം അമ്മയുടെ മഹനീയമായ ദൃഷ്ടിയിൽ നിന്നും ജഗത്തിൻ്റെ അമ്മയായ മാതു സമസ്ത ജഗതാം, ജഗത്തിൻ്റെ എല്ലാവരുടെ അമ്മയായ ജഗദീശ്വരി അമ്മയുടെ മഹനീയമായ ദൃഷ്ടി എനിക്ക് ക്ഷേമത്തെ നൽകട്ടെ എന്നാണ് അർത്ഥം വരുന്നത്. ഇതിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാതു സമസ്ത ജഗതാം, സമസ്ത ജഗത്തിനും അമ്മയായിട്ടുള്ളവൾ ശ്രീമാത്രേ നമ. ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം ശ്രീയുടെ ഐശ്വര്യത്തിൻ്റെ എല്ലാ മാതാവാണ്, ജഗത്തിൻ്റെ മാതാവാണ് അമ്മ. അപ്പോൾ ജഗത്തിൻ്റെ മാതാവാകുന്ന ആ അമ്മ എനിക്ക് ഐശ്വര്യം തരട്ടെ എന്ന് പറയുമ്പം എൻ്റെയും കൂടി അമ്മയാണ് അല്ലേ, ജഗത്തിൻ്റെ എല്ലാത്തിൻ്റെയും അമ്മയാണെന്ന് പറയും. അപ്പോൾ ഈ എനിക്ക് ക്ഷേമം ലഭിക്കട്ടെ, എനിക്ക് മംഗളം ലഭിക്കട്ടെ എന്ന് പറയുമ്പോൾ അക്ഷയതൃതീയ ദിവസത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് കിട്ടുന്നത് എൻ്റെ സഹോദരങ്ങൾക്കും കൂടി നൽകുവാനുള്ള പ്രാപ്തിയും എനിക്ക് കൈവരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ധനം വരുമ്പോൾ എനിക്ക് ധനം വേണം, ഐശ്വര്യം വേണം, കീർത്തി വേണം എന്നൊക്കെ പറയുമ്പോൾ അത് എന്നിലൂടെ എനിക്ക് എല്ലാവരിലേക്കും എത്തിക്കുവാനും സാധിക്കട്ടെ, എനിക്ക് ലഭിക്കുന്നതെന്ന് എനിക്ക് എല്ലാവർക്കും കൊടുക്കുവാനായിട്ടും എനിക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയും കൂടി ഉൾപ്പെടുത്തുന്നത് ആ ഈശ്വരത്തിൻ്റെ വരവ് കുറച്ചും കൂടി ത്വരിതപ്പെടുത്തുമെന്നാണ് പറയുന്നത്. കാരണം ജഗത്തിൻ്റെ അമ്മയാകുമ്പോൾ ജഗത്തിൻ്റെ സന്താനങ്ങൾക്ക് മേൽ നിങ്ങൾക്കൊരു ദയ തോന്നുമ്പോൾ, തൻ്റെ സഹോദരങ്ങളാണല്ലോ, അവർക്ക് മേൽ ദയ തോന്നുമ്പം അമ്മയും പ്രസാദിക്കും. അപ്പോൾ ജഗത്തിൻ്റെ മാതാവായ മഹാലക്ഷ്മിയുടെ മഹനീയമായ ദൃഷ്ടി എനിക്ക് ക്ഷേമത്തെ നൽകട്ടെ, നമുക്കെല്ലാവർക്കും ക്ഷേമത്തെ നൽകട്ടെ. ആ ക്ഷേമം ലഭിക്കുന്നതുകൂടി അതെല്ലാവരിലേക്കും പങ്കുവയ്ക്കുവാനുമായിട്ടും സാധിക്കട്ടെ. അങ്ങനെ ഐശ്വര്യം എല്ലായിടത്തും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാളാംബുദാളി ലളിതോരസി കൈടഭാരെ ധാരാധരേ സ്ഫുരതിയാ തടിതങ്കനേവ മാതു സമസ്ത ജഗതാം മഹനീയമക്ഷീ ഭദ്രാണി മേ ദിശതു ഭാർഗവനന്ദനായ. ഭൃഗുവിൻ്റെ പുത്രിയായിട്ടും മഹാലക്ഷ്മിയെ പറയണം. അമ്മയുടെ ഒരു അവതാരം ഭൃഗുവിൻ്റെ പുത്രിയായിട്ടും മഹാലക്ഷ്മി ആവിർഭവിച്ചിട്ടുണ്ട്. അവിടെയും മഹാവിഷ്ണുവിൻ്റെ പത്നിയായിട്ട് തന്നെ അമ്മ വന്നിട്ടുണ്ട്. സമുദ്രതനയായിട്ടുമുണ്ട്. ഭൃഗുനന്ദിനി ഭാർഗവനന്ദിനിയായിട്ടും പറയപ്പെടുന്നു. അങ്ങനെയുള്ള മഹാലക്ഷ്മി കാർമേഘം ഇപ്പം മഴ പെയ്യുമെന്ന ധാരാധരം എന്ന് പറയുമ്പോൾ ആ വെള്ളം നിറഞ്ഞ് അല്ലേ ഇങ്ങനെ നിൽക്കുന്ന കാർമേഘം, അതിനൊരു മഹത്തായ സൗന്ദര്യമുണ്ട്. അതിലെ പ്രകാശം പോലെ ഭഗവാന്റെ വക്ഷസ്സിൽ തിളങ്ങി ഉജ്ജ്വലിച്ച് പ്രകാശിക്കുന്ന മഹാലക്ഷ്മി അമ്മയുടെ ഭാർഗവനന്ദിനി അമ്മയുടെ ദൃഷ്ടി എനിക്ക് ക്ഷേമത്തെ നൽകട്ടെ. ഓം ശ്രീ മഹാദേവിയേ നമഃ.
ഓം തത്സ നാരായണ.